ഇസ്രയേലും സിറിയയും തമ്മിലുള്ള അതിർത്തി മേഖലകൾ സമീപകാലത്ത് ഏറ്റവും കടുത്ത സൈനിക സംഘർഷങ്ങളിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. UN നിരീക്ഷണത്തിനുള്ള ബഫർ സോണിനെ പോലും നിഷ്പ്രഭമാക്കിക്കൊണ്ട് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അതിർത്തി പ്രദേശം ഇപ്പോൾ ഒരു സ്ഥിരം യുദ്ധമേഖലയായി അതിവേഗം മാറിക്കഴിഞ്ഞു. കുനൈത്ര ഗ്രാമീണ മേഖലയുടെ ആഴങ്ങളിലുള്ള ഇസ്രയേൽ പ്രതിരോധ ഔട്ട്പോസ്റ്റുകൾക്ക് നേരെ നേരിട്ടുള്ള ആക്രമണം ഉണ്ടായതാണ് നിലവിലെ അടിയന്തര സാഹചര്യങ്ങൾക്ക് കാരണം. വരും ദിവസങ്ങളിൽ മിഡിൽ ഈസ്റ്റിലെ യുദ്ധഭൂമി കൂടുതൽ സങ്കീർണമാകുമെന്നതിന്റെ വ്യക്തമായ സൂചനകളാണ് ഇവിടെ നിന്നും പുറത്തു വരുന്നത്. യുഎന്നിന്റെ സമാധാന സേന കാവൽ നിൽക്കുന്ന തന്ത്രപ്രധാനമായ ഈ ബഫർ സോണിൽ വളരെ പെട്ടെന്നാണ് കാര്യങ്ങൾ കൈവിട്ടു പോയത്. അതിർത്തിയിലെ ടെൽ കുദ്ര മേഖലയ്ക്ക് സമീപം ശത്രുപക്ഷത്തു നിന്നും സംശയാസ്പദമായ നീക്കങ്ങൾ ഉണ്ടായതോടെ ഇസ്രയേൽ പ്രതിരോധ സേന തങ്ങളുടെ വ്യോമയാസ്തികളും ശക്തമായ കൗണ്ടർ മോർട്ടോർ സംവിധാനങ്ങളും രംഗത്തിറക്കുകയായിരുന്നു. ഈ വ്യോമാക്രമണങ്ങൾക്ക് തൊട്ടു മുൻപ് അതിർത്തി നഗരമായ ഹാദറിന് സമീപം രക്തരൂക്ഷിതമായ മറ്റൊരു ഏറ്റുമുട്ടൽ നടന്നു. ഇസ്രയേലിന്റെ പ്രശസ്തമായ എറ്റ്സിയോണി ബ്രിഗേഡ് അതിർത്തി കടക്കാൻ ശ്രമിച്ച സായുധ സംഘത്തെ നേരിടുകയും അവർ വധിക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് അതിർത്തി മേഖലകളിൽ ആക്രമണം കൂടുതൽ ശക്തമായത്. അതിർത്തി കടന്നുള്ള ഈ സായുധ നീക്കങ്ങളെ ഇസ്രയേൽ അതീവ ഗൗരവത്തോടെയാണ് കാണുന്നത്. തങ്ങളുടെ അതിർത്തി സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന ഒന്നിനെയും വെച്ച് പൊറുപ്പിക്കില്ലെന്ന നിലപാടിലാണ് IDF. അന്താരാഷ്ട്ര നിയമങ്ങളെയും UN കരാറുകളെയും പാടെ തള്ളിക്കൊണ്ടാണ് ഇസ്രയേൽ ഈ മേഖലയിൽ തങ്ങളുടെ സൈനിക സാന്നിധ്യം ശക്തമാക്കുന്നത്. സിറിയൻ മണ്ണിൽ തങ്ങൾ നടത്തുന്ന ഇടപെടലുകൾ വെറുമൊരു താൽക്കാലിക സുരക്ഷാ മുൻകരുതലല്ല എന്ന് ഇസ്രയേൽ ഭരണകൂടം ഇതിനകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. സിറിയ, ലെബനൻ, ഗാസ തുടങ്ങിയ പ്രദേശങ്ങളിലെ സുരക്ഷിത മേഖലകളിൽ ഇസ്രയേൽ സൈന്യം സമയപരിധിയില്ലാതെ തുടരുമെന്നാണ് പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ്സ് പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇസ്രയേൽ പ്രതിരോധ മന്ത്രിയുടെ ഈ തുറന്നു പറച്ചിൽ വ്യക്തമാക്കുന്നത് അതിർത്തി കടന്നുള്ള ഈ താൽക്കാലിക ബഫർ സോണുകളെല്ലാം ഇനി മുതൽ സ്ഥിരം സൈനിക ഓപ്പറേഷൻ കേന്ദ്രങ്ങളായി മാറാൻ പോകുന്നുവെന്നാണ്. തങ്ങളുടെ അതിർത്തി രാജ്യങ്ങളിലെല്ലാം സ്ഥിരമായ സൈനിക സാന്നിധ്യം ഉറപ്പാക്കാനും അവിടെ നിന്നും ഉയർന്നു വരുന്ന ഭീഷണികളെ കഠിനമായി അടിച്ചമർത്താനുമാണ് ഇസ്രയേൽ പദ്ധതിയിടുന്നത്. കുനൈത്ര മേഖലയിലെ ഇസ്രയേൽ ഔട്ട്പോസ്റ്റുകൾക്ക് നേരെയുണ്ടായ ആക്രമണം സിറിയയിലെ സായുധ ഗ്രൂപ്പുകൾക്ക് ഇസ്രയേലിനോടുള്ള കടുത്ത അമർഷത്തിന്റെ പ്രതിഫലനമാണ്. ഹാദർ നഗരത്തിലെ കമാൻഡോ ഓപ്പറേഷന് പകരമായാണ് ഈ ആക്രമണം നടന്നതെന്നാണ് കരുതപ്പെടുന്നത്. IDF തങ്ങളുടെ വ്യോമസേനയെയും ആധുനിക ഡ്രോണുകളെയും ഉപയോഗിച്ചാണ് ടെൽ കുദ്നയിലെ ശത്രുതാപരമായ നീക്കങ്ങളെ പ്രതിരോധിച്ചത്. ആകാശത്തു നിന്നുള്ള ശക്തമായ നിരീക്ഷണവും ആക്രമണവും വഴി സിറിയൻ പക്ഷത്തു നിന്നുള്ള കൗണ്ടർ അറ്റാക്കുകളെ തടയാൻ അവർക്ക് സാധിച്ചു. എറ്റ്സിയോണി ബ്രിഗേഡ് അതിർത്തിയിൽ നടത്തിയ ഓപ്പറേഷൻ ഇസ്രയേലിന്റെ തന്ത്രപരമായ മുൻകൈയാണ് കാണിക്കുന്നത്. അതിർത്തി കടന്നുള്ള ചെറിയ നുഴഞ്ഞുകയറ്റങ്ങളെ പോലും വലിയ സൈനിക നീക്കങ്ങളിലൂടെയാണ് അവർ നേരിടുന്നത്. സായുധരായ ഓപ്പറേറ്റീവുകളെ അതിർത്തി നഗരത്തിൽ വെച്ച് തന്നെ ഇല്ലാതാക്കാൻ കഴിഞ്ഞത് തങ്ങളുടെ ഇന്റലിജൻസ് സംവിധാനത്തിന്റെ വിജയമായാണ് ഇസ്രയേൽ കണക്കാക്കുന്നത്. പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ്സിന്റെ പ്രഖ്യാപനം മിഡിൽ ഈസ്റ്റിലെ അറബ് രാജ്യങ്ങളെയും ആശങ്കയിലാഴ്ത്തുന്ന ഒന്നാണ്. സമയപരിധിയില്ലാത്ത സൈനിക സാന്നിധ്യം എന്നത് യഥാർത്ഥത്തിൽ അധിനിവേശത്തിന് തുല്യമാണെന്നാണ് സിറിയൻ ഭരണകൂടത്തിന്റെ വാദം. ഗാസയിലും ലെബനനിലും പ്രയോഗിച്ച അതേ തന്ത്രം തന്നെയാണ് ഇസ്രയേൽ ഇപ്പോൾ സിറിയൻ അതിർത്തിയിലും നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്. UN നിരീക്ഷണത്തിലുള്ള ബഫർ സോണുകൾ സാധാരണയായി ഇരു വിഭാഗങ്ങളും തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടലുകൾ ഒഴിവാക്കാനാണ് ഉപയോഗിക്കാറുള്ളത്. എന്നാൽ ഇസ്രയേൽ സൈന്യം ഈ പരിധികൾ ലംഘിച്ച് മുന്നോട്ട് പോകുന്നതോടെ UN സമാധാന സേനയുടെ പ്രസക്തി തന്നെ ചോദ്യം ചെയ്യപ്പെടുകയാണ്. അന്താരാഷ്ട്ര കരാറുകൾ ലംഘിക്കപ്പെടുമ്പോൾ UN വെറും കാഴ്ചക്കാരായി നിൽക്കേണ്ടി വരുന്നുവെന്നതും വലിയൊരു പരിമിതിയായി മാറുന്നു. സിറിയൻ അതിർത്തിയിലെ ഈ കടുത്ത സൈനികവൽക്കരണം വരും ദിവസങ്ങളിൽ ഇറാൻ ഉൾപ്പെടെയുള്ള പ്രാദേശിക ശക്തികളെ പ്രകോപിപ്പിച്ചേക്കാം. സിറിയയിൽ ശക്തമായ സ്വാധീനമുള്ള ഇറാന്റെ പിന്തുണയുള്ള ഗ്രൂപ്പുകൾ ഇസ്രയേൽ ഔട്ട്പോസ്റ്റുകൾക്ക് നേരെ കൂടുതൽ വലിയ ആക്രമണങ്ങൾ സംഘടിപ്പിക്കാൻ സാധ്യതയുണ്ട്. ഹാദർ നഗരത്തിന് സമീപമുണ്ടായ ഏറ്റുമുട്ടൽ കേവലം പ്രാദേശികമായ ഒരു സംഭവം മാത്രമല്ല. ഇസ്രയേലിനെ നിരന്തരം സമ്മർദ്ദത്തിലാക്കാൻ സിറിയൻ അതിർത്തിയെ ഉപയോഗിക്കുക എന്ന തന്ത്രത്തിന്റെ ഭാഗമാണിത്. വരും മണിക്കൂറുകളിൽ കുനൈത്ര മേഖലയിൽ ഇസ്രയേൽ കൂടുതൽ സൈന്യത്തെ വിന്യസിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. അതിർത്തി പൂർണ്ണമായും തങ്ങളുടെ നിയന്ത്രണത്തിലാക്കാനും ശത്രുവിന്റെ ഭാഗത്തു നിന്നുള്ള മോർട്ടോർ ആക്രമണങ്ങളെ തത്സമയം തകർക്കാനുമുള്ള അത്യാധുനിക സംവിധാനങ്ങൾ IDF ഇവിടെ സജ്ജീകരിക്കുന്നുണ്ട്. ഇസ്രയേലിന്റെ ഈ കടുത്ത വിദേശ നയം ട്രംപ് ഭരണകൂടത്തിന്റെ പരോക്ഷ പിന്തുണയോടെയാണ് മുന്നോട്ടു പോകുന്നത് എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു.
തങ്ങളുടെ സുരക്ഷയ്ക്കായി അയൽ രാജ്യങ്ങളിൽ എത്ര കാലം വേണമെങ്കിലും സൈന്യത്തെ നിർത്താമെന്ന ഇസ്രയേലിന്റെ വാശി അന്താരാഷ്ട്ര നയതന്ത്ര ചർച്ചകളെ കൂടുതൽ സങ്കീർണമാക്കുകയാണ്. ഇസ്രയേൽ സിറിയ അതിർത്തിയിലെ നിലവിലെ സംഭവ വികാസങ്ങൾ വിരൽ ചൂണ്ടുന്നത് ഒരു ദീർഘകാല യുദ്ധത്തിലേക്കാണ്. താൽക്കാലികമായി രൂപീകരിച്ച ബഫർ സോണുകൾ ഇപ്പോൾ സ്ഥിരമായ സൈനിക വിന്യാസ കേന്ദ്രങ്ങളായി മാറിക്കഴിഞ്ഞു. ഇരുപക്ഷവും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാത്ത സാഹചര്യത്തിൽ കുനൈത്രയിലെയും ഹാദറിലെയും സ്ഫോടന ശബ്ദങ്ങൾ വരും ദിവസങ്ങളിലും തുടരുമെന്ന് തന്നെയാണ് യുദ്ധക്കളത്തിൽ നിന്നുള്ള വാർത്തകൾ വ്യക്തമാക്കുന്നത്.